കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിൽ ഇറാൻ സുരക്ഷാ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ അവകാശവാദം. ബസീജ് ഫോഴ്സ് കമാൻഡർ ഗുലാം റേസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുകയാണ്. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലീം ഖാംനെയുടെ വിശ്വസ്തനായിരുന്നു ലാരിജാനി. ഇറാൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ബുദ്ധികേന്ദ്രമായ ലാരിജാനി ഇല്ലാതാക്കി എന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇതിനിടയിൽ 83 നാവികരെ കൊലപ്പെടുത്തിയ US നടപടിക്കെതിരെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ കുറിപ്പ് ലാരിജാനിയുടെ എക്സിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. ലാരിജാനി കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുമില്ല. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം. MC നാസർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാൻ. നാസർ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായി ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് നാറ്റോ അംഗരാജ്യങ്ങളുടെ പിന്തുണ ട്രംപിനില്ല ഇറാനെതിരായ ആക്രമണത്തിൽ. അങ്ങനെയാണെങ്കിൽ ആരുടെയും പിന്തുണ ആവശ്യമില്ല എന്ന് ട്രംപിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരം എന്താണ്? ഏറ്റവും പുതിയ പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ആരുടെയും പിന്തുണ തനിക്ക് വേണ്ടതില്ല, ഹോർമസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ തനിക്ക് തന്നെ അറിയാം എന്ന നിലക്കുള്ള വളരെ പ്രതിഷേധത്തോടു കൂടിയ ഒരു പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. കാരണം നാറ്റോ രാജ്യങ്ങളെ അവരുടെ നിർണായക ഘട്ടത്തിലൊക്കെ താൻ സഹായിച്ചിരുന്നു. പക്ഷെ തിരിച്ച് തനിക്കൊരു ഘട്ടം വന്നപ്പോൾ ആ സഹായം ലഭ്യമായിട്ടില്ല. അത് നാറ്റോയുടെ മാത്രം പ്രശ്നമല്ല, ദക്ഷിണ കൊറിയ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും വളരെ നിശ്ചിതമായി തന്നെ പരോക്ഷമായിട്ടാണെങ്കിലും ട്രംപ് കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും ഇനി ഇത്തരം രാജ്യങ്ങളുടെ സഹായമില്ലാതെ തന്നെ താൻ മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം കൂടുതൽ സൈനികരുമായിട്ടുള്ള മറ്റൊരു യുദ്ധക്കപ്പൽ USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നു. 5000-ഓളം സൈനികർ വിവിധ കപ്പലുകളിലായിട്ട് മേഖലയിൽ എത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അത് ഒരു കരയുദ്ധത്തിനുള്ള ഒരു പുറപ്പാടിന്റെ ഭാഗമാണോ എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം ലഭ്യമായിട്ടില്ല. എന്തായാലും തങ്ങളുടെ ആക്രമണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നത്. ജീന. നാസർ, ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലാരിജാനിയെ കൊലപ്പെടുത്തിയെന്ന ഇസ്രായേലിന്റെ ഒരു അവകാശവാദമുണ്ടല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം എന്താണ് ഇസ്രായേലിന്റെ ഈ അവകാശവാദത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്? ജീന, ഇന്ന് ഉച്ചയോടുകൂടി വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി തെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് ഇറാന്റെ സുരക്ഷാ മേധാവി കൂടിയായിട്ടുള്ള അലി ലാരിജാനിയെ വധിച്ചതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ബസീജിന്റെ കമാൻഡറെയും തങ്ങൾ കുരുതി നടത്തിയതായിട്ട് കൂടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതിനെ ശരിവെക്കാനോ തള്ളാനോ ഉള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തൻ്റെ എക്സ് പോസ്റ്റിൽ ഈ നാവികരെ കൊലപ്പെടുത്തിയ 84 നാവികരെ കൊലപ്പെടുത്തിയ അമേരിക്കയുടെ നടപടിയോടുള്ള ശക്തമായിട്ടുള്ള വിയോജിപ്പ് തൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പിലൂടെ എക്സിൽ ലാരിജാനി പങ്കുവച്ചിട്ടുമുണ്ട്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വന്നാൽ മാത്രമേ ലാരിജാനി കൊല്ലപ്പെട്ടോ അതല്ല കേവലം അവകാശവാദം മാത്രമാണോ ഇസ്രായേൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ആയത്തുള്ള അലി ഖാംനെയുടെ വിശ്വസ്തരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഈ ലാരിജാനി. അതുമാത്രമല്ല, നിർണായകമായിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അലി ലാരിജാനി. MC, ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇന്ന് വന്നത്, ഏറ്റവും ഒടുവിലായി വന്നത്, US-ന്റെ ഭീകരവിരുദ്ധ വിഭാഗത്തിന്റെ തലവൻ രാജിവെച്ചിട്ടുണ്ട്. ഇറാൻ ഒരു രീതിയിലും ഭീഷണി ഉയർത്തിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഇസ്രായേലിന്റെയും സമ്മർദ്ദത്തിന് പിന്നാലെയാണ് US ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. തീർത്തും ഇപ്പോൾ ട്രംപും അമേരിക്കയും ഒറ്റപ്പെടുന്നു എന്ന് വേണം ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ജീന, ഏറ്റവും പുതിയൊരു വാർത്ത കൂടിയാണിത്. കാരണം ഏറ്റവും ശക്തമായിട്ട് തൻ്റെ കൂടെ പല ഘട്ടങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ കൗണ്ടർ ടെററിസം കേന്ദ്രത്തിൻ്റെ മേധാവി. അദ്ദേഹമാണ് ഇന്ന് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് ഒരു നിലക്കും ഇറാൻ അമേരിക്കയ്ക്കൊരു വെല്ലുവിളിയല്ല, അമേരിക്കയ്ക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഭീഷണിയായിട്ട് ഇറാൻ മാറുന്ന സാഹചര്യവുമില്ല. വളരെ ഏകപക്ഷീയമായിട്ട് ഇസ്രായേലിൻ്റെ മാത്രം താല്പര്യങ്ങളുടെ പുറത്താണ് ഈ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഈ യുദ്ധം ഈ ലോകത്തിനും മേഖലയ്ക്കും വലിയ കൊടിയ വിനാശം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിലേക്ക് അമേരിക്ക എടുത്തു ചാടുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വരുത്തും. എന്തായാലും ഈ യുദ്ധത്തിൽ തനിക്കും യാതൊരു പങ്കുമില്ല എന്ന് വളരെ വിശദമാക്കി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ കൗണ്ടർ ടെററിസം കേന്ദ്രത്തിൻ്റെ മേധാവി രാജി സമർപ്പിച്ചിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചടി ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ സ്വന്തം
പിന്നെ സംവിധാനത്തിൽ നിന്ന് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തീർത്തും വരുമ്പോൾ ട്രംപ് ഒറ്റപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും നാറ്റോ അംഗരാജ്യങ്ങളുടെ ഒരു പിന്തുണയില്ലാത്തത് ട്രംപിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ്. ഡീകോഡ് പൂർണ്ണമാവുകയാണ്.